Hi dears, welcome back to Race Education. It's me Aslam and it's me Sikandar. So +1 കഴിഞ്ഞ് +2ലേക്ക് എത്തിയ മക്കളാണ് എല്ലാവരും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ +1 മാത്സ് അടിപൊളിയായിട്ട് പഠിച്ച് അതേപോലെ എക്സാം ഒക്കെ ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി +2ലേക്ക് വരുമ്പോൾ +2 മാത്സ് അതേപോലെ ആയിരിക്കുമോ ഡൗട്ട് അടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോ നിങ്ങൾ അതായിരിക്കും നിങ്ങളുടെ മാത്സിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു ഡൗട്ട് ഇതായിരിക്കും. +1 മാത്സ് സാർ വലിയ പ്രശ്നമില്ലാതെ നല്ല വളരെ അടിപൊളിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് മെസ്സേജിലൂടെയും കമന്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമും ക്രിസ്മസ് എക്സാമും ഒക്കെ വരെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചെങ്കിലും ആനുവൽ എക്സാമും മാത്സ് ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ +2 മാത്സും ഇതുപോലെ തന്നെ ആയിരിക്കും. +1 പോലെ തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? ഈ ഡൗട്ടുകളൊക്കെ മനസ്സിലുണ്ടാവും. ഓക്കെ, +2 മാത്സിനെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. +2 മാത്സ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പായിട്ട് പണി കിട്ടാതിരിക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ട് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ വെറുതെ പറയാറില്ല. ഓക്കെ, അപ്പൊ പണി കിട്ടാതിരിക്കാൻ സാർ പറഞ്ഞ പോലെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. പിന്നെ ലാസ്റ്റ് ഇതിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. ഈ കൊല്ലം കഴിയാനാവുമ്പോൾ അല്ലെങ്കിൽ +2 തുടങ്ങി ഒരു 6-7 മാസം കഴിഞ്ഞതിന് ശേഷം ഇത് ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ മീൻസ് ഇങ്ങനെ ആവൂലായിരുന്നു, ഞാൻ പഠിക്കുമായിരുന്നു, ഞാൻ ഈ രീതിയിൽ തന്നെ പഠിക്കുമായിരുന്നു എന്ന് നിങ്ങൾ ആ സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു +1 മാത്സ് വേഴ്സസ് +2 മാത്സ്. ഓക്കെ, അപ്പോ അതിൽ നമ്മൾ ഇന്ന് 3 സെഗ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 സെഗ്മെന്റോട് +1ഉം +2 തമ്മിൽ ഡിഫറൻസ് നമുക്ക് എന്താക്കാം മനസ്സിലാക്കാം. മാത്സിനെ പറ്റി നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാറേ ഇന്റർകണക്റ്റഡ് ചാപ്റ്റേഴ്സ്. ഓക്കെ, സോ ഇന്റർകണക്റ്റഡ് ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ +1 ചാപ്റ്റേഴ്സ് തമ്മിൽ അങ്ങനെ വലിയ കണക്ഷൻസ് ഒന്നുമില്ല. ഓക്കെ, ലൈക്ക് ചെറിയ ചെറിയ കണക്ഷൻസ് ഉള്ളൂ. ലൈക്ക് ബൈനോമിയൽ തിയറം, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ കുറച്ച് കണക്ഷൻ ഉണ്ട്, കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ബട്ട് ഒരുപാട് കണക്ഷൻസ് ഇല്ല. ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുക, നിങ്ങളിപ്പോൾ ബൈനോമിയൽ തിയറം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പർ പഠിക്കാം, പ്രശ്നമൊന്നുമില്ല. കോംപ്ലക്സ് നമ്പർ അറിയാത്തൊരു കുട്ടിക്ക് ലിമിറ്റ്സ് പഠിക്കാം, ലിമിറ്റ്സ് അറിയാത്തൊരു കുട്ടിക്ക് വേറെ ഒരുപാട് ചാപ്റ്റേഴ്സ്, സ്ട്രേറ്റ് ലൈൻസ് പഠിക്കാം. മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ചാപ്റ്റേഴ്സ്, വളരെ കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് കണക്റ്റഡ്. എന്നാൽ +2ലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇന്റർ കണക്റ്റഡ് ചാപ്റ്റേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് കുറെ ടോപ്പിക്കുകൾ ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് റിലേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഫംഗ്ഷൻ, കോമ്പോസിഷൻ. ലാസ്റ്റ് ആയിട്ട് അതിനകത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക് നോക്കി വെച്ചോ, പേര് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്നാണ്. പേരിൽ തന്നെ നിങ്ങൾക്ക് ആ സാമ്യത കാണാം. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇൻവേഴ്സിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അവിടെ തന്നെ കണക്ഷൻ തുടങ്ങാണ്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് തന്നെ കണക്ഷൻ തുടങ്ങുന്നുണ്ട്. ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം, 3-ാമത്തെ 4-ാമത്തെ ചാപ്റ്റർ നമ്മൾ ഒഴിവാക്കിയിട്ട് 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരാണ്. അതായത് കാൽക്കുലസ് എന്ന് പറഞ്ഞ് 1ഉം 2ഉം ആണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് 5, 6, 7, 8, 9 കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 5 ചാപ്റ്റേഴ്സ്. നിങ്ങൾ ഓൾറെഡി കേട്ട കാൽക്കുലസ് എന്ന് നിങ്ങൾ മേ ബി സീനിയേഴ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്, ഒരു മാത്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ കാൽക്കുലസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യൽ. NCERTയിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, സോ 5, 6, 7, 8, 9ാമത്തെ അങ്ങനെ 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. മാത്രമല്ല ഇത് നിങ്ങൾ +1 പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിനോടും കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ ഈ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചില്ല. ഓക്കെ, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അടുത്ത ചാപ്റ്റർ മുതൽ പഠിക്കുക എന്നുള്ളത്. ലൈക്ക് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും ഈ കുട്ടികൾ ഈ ചാപ്റ്റർ കുറച്ച് അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ഡൗട്ട് വരാണ്. സ്റ്റാർട്ടിങ് കിട്ടിയല്ലോ, എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതായത് എപ്പോഴും ഈ ചാപ്റ്റർ എടുത്ത് കുറച്ച് മുന്നോട്ട് പോയാൽ കുട്ടികൾ ചോദിക്കുന്നത് ഈ ചാപ്റ്ററിന് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്താ സംഭവം. ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, സ്കിപ്പ് ചെയ്യാനുള്ള പ്ലാൻ. അത്രേ ഉള്ളൂ. ഈ ഒരു ചാപ്റ്ററിന് ഇതിൽ എത്ര മാർക്ക് വരുന്നുള്ള ചോദ്യം എന്താ, അത് ആ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്ര മാർക്ക് നഷ്ടപ്പെടുള്ളൂ. പക്ഷേ ഇവിടെ രസകരമായ ഫാക്ട് എന്ന് പറഞ്ഞാൽ ഈ 5 ചാപ്റ്റേഴ്സ് കൂടി നമ്മൾ ടോട്ടലി നോക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 33 മാർക്സിന് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ഒരു 9 മാർക്കാണ് വരാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുമ്പോൾ ഒരു 9 മാർക്കിലേ പോകുള്ളൂ, ബാക്കി മാർക്ക് സാറേ നമുക്ക് കിട്ടൂല. കാരണം ഈ ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷൻ ആണ്. നോക്ക്, ഡിഫറൻസിയേഷൻ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ ആപ്ലിക്കേഷൻസ് ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് പഠിക്കാതെ എങ്ങനെ നിങ്ങൾ അത് അപ്ലൈ ചെയ്യും? ഓക്കെ, അപ്പൊ അതെന്തായാലും സ്കിപ്പ് ആവും. പിന്നെ അപ്പൊ ഈ 2 ചാപ്റ്റേഴ്സ് പ്രശ്നമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്റർ അത് വേറെ സാധനമല്ലേ? ഒട്ടുമല്ല. ഈ ചാപ്റ്ററിന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. ഡിഫറൻസിയേഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇന്റഗ്രേഷൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഡെറിവേറ്റീവ്, ഇത് ആന്റി ഡെറിവേറ്റീവ്. ഓക്കെ, സോ ഡെറിവേറ്റീവ് പഠിക്കാതെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ പഠിക്കുക? സോ തീർച്ചയായിട്ടും പറ്റില്ല. ഈ ചാപ്റ്ററും തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് മേ ബി നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, വലിയ വിഷയം വരില്ല എന്നാലും ഈ ചാപ്റ്റർ. എന്നാലും ഈ ചാപ്റ്ററിലെ കുറെ ഐഡിയാസ് ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ആണിത്, ഇതിന്റെ ആപ്ലിക്കേഷൻ ആണിത്.
ഓക്കെ, ലാസ്റ്റ് കിടക്കുന്ന ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ഇതെല്ലാം ആവശ്യമുണ്ട്, മൊത്തം ആവശ്യമുണ്ട്. ഇതൊരു ചട്നി പോലെയാണ്. ഇതിന്റെ അകത്ത് ഡിഫറൻസിയേഷൻ ആവശ്യമുണ്ട്, ഇന്റഗ്രേഷൻ ആവശ്യമുണ്ട്, ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. സോ എല്ലാം കൂടി ആവശ്യമുള്ള ഒരു ചാപ്റ്ററാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഈ 5 ചാപ്റ്റേഴ്സ് അങ്ങനെ അത്രയും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ചാപ്റ്ററാണ്. 33 മാർക്സ് ഒന്ന് ആലോചിച്ച് നോക്കണേ. 33 മാർക്സ് 80-ൽ 33 മാർക്ക് അങ്ങനെ തന്നെ പോവാണ്. അപ്പം ആ മാർക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വലിയൊരു ഗ്രേഡ് തന്നെ നഷ്ടപ്പെടുന്നു. സ്കൂളിലോ ഇവിടെയോ എവിടെയാണെങ്കിലും നിങ്ങൾ മാത്സ് പഠിക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവിടെ കാൽക്കുലസിൽ ഈ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വലിയൊരു സാധനത്തിലേക്ക് കാലെടുത്ത് വെച്ചതാണ്. ഓക്കെ, സോ അതിൽ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇത് മിസ്സാക്കിയിട്ട് ഇനി അടുത്ത ചാപ്റ്റർ മുതൽ പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിക്കേണ്ട. ആ ചാപ്റ്റർ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവിടെ തന്നെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഒഴിവാക്കിയ 3ാമത്തെ 4ാമത്തെ ചാപ്റ്റേഴ്സ് 1, 2 കഴിഞ്ഞ് ഇവർ 5, 6ലേക്ക് പോയത്. 9 ചാപ്റ്റേഴ്സ്. ഇനി 3, 4, 10, 11 ഇതാണ് 3ാമത്തത്, 4ാമത്തത്, 10ാമത്തത്, 11ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഈ 4 ചാപ്റ്റേഴ്സ് ആക്ച്വലി നല്ല രീതിയിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ, മെട്രിക്സും ഡിറ്റർമിനൻസും ആക്ച്വലി ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പറയാം. നിങ്ങൾ ഇത് രണ്ടും ഒരു ചാപ്റ്റർ. ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ് നമ്മൾ 2 ചാപ്റ്റർ ആയിട്ട് എടുക്കുന്നുള്ളൂ. ആക്ച്വലി ഒരേപോലെ തന്നെയാണ്. അതായത് മെട്രിക്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടീച്ചർ ഡിറ്റർമിനന്റിലേക്ക് കടന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യില്ല. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അങ്ങനെയാണ് സംഭവം. ഓക്കെ, അതുപോലെ വെക്ടർ ആൾജിബ്രയിൽ നമുക്ക് മെട്രിക്സിന് ഡിറ്റർമിനൻസിന്റെ ആപ്ലിക്കേഷൻ ഇവിടെ വെക്ടർ ആൾജിബ്രയിൽ ഈ ചാപ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ഇനി ഈ ചാപ്റ്ററിന്റെ ആപ്ലിക്കേഷൻ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. വെക്ടറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫിസിക്സ് +1 ഫിസിക്സ് നിങ്ങൾ വെക്ടേഴ്സ് പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റാണ് നമ്മൾ വെക്ടേഴ്സ് വരുന്നത്. അവിടെ ഫിസിക്കൽ ആണ്, ഇവിടെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കും. പിന്നെ 3 ഡയമെൻഷൻ ജോമെട്രി ഓൾറെഡി നിങ്ങൾ +1 3D പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു 3D എന്ന് പറഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. ബട്ട് ഇതിന്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് ഈ ചാപ്റ്റേഴ്സ് ബേസിക്കലി വളരെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ലൈക്ക് സെറ്റ്, ലീനിയർ ഇൻഇക്വാലിറ്റി, കോംപ്ലക്സ് നമ്പേഴ്സ് പോലത്തെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ, നിങ്ങളെ ഒട്ടും മാത്സ് അറിയാത്തവരെ ജയിപ്പിക്കുന്ന ചാപ്റ്റേഴ്സ്. അതേപോലെ ഈ 4 ചാപ്റ്റേഴ്സ്. ഈ 4 ചാപ്റ്റേഴ്സ് കൃത്യമായി പഠിച്ചു. ഈ 4 ചാപ്റ്റേഴ്സിൽ എല്ലാ ക്വസ്റ്റിനും കൃത്യമായിട്ട് ആൻസർ ചെയ്താക്കും +2 മാത്സ് എന്താക്കാം പാസ് ആവാന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, ഈസി ആയിട്ട് ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കുറച്ച് ഫോർമുലാസും ബൈഹാർട്ട് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 3Dയിലേക്ക് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുത്ത് മാത്സ് പാസ് ആവാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി 2 ചാപ്റ്ററും കൂടി റിമൈനിങ് ആണ്. അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് ലീനിയർ പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബബിലിറ്റി. ഇത് രണ്ടും അങ്ങനെ കണക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പ്രോബബിലിറ്റി പറയാം, +1 പ്രോബബിലിറ്റി എന്ന് പറയാൻ പറ്റും. ലീനിയർ പ്രോഗ്രാമിംഗ് ഇതേപോലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ +2 നോക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്, നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ആദ്യം പറഞ്ഞ കാൽക്കുലസിലെ ഡിഫിക്കൽട്ടി ഈ ഇന്റർ കണക്ഷനോട് വരുന്ന ഡിഫിക്കൽട്ടിയാണ്. അതിൽ ഒരു ചാപ്റ്റർ മിസ്സാകുമ്പോൾ മറ്റേ ചാപ്റ്ററിനെ ബാധിക്കുന്ന ആ ഒരു പ്രോബ്ലം ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് തുടക്കം മുതലേ നമ്മൾ ഈ പറഞ്ഞ പോലെ തുടക്കം മുതലേ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ പ്രശ്നം ഫസ്റ്റ് 1 കഴിഞ്ഞു. ഇന്റർ കണക്റ്റഡ് ചാപ്റ്റേഴ്സ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്താണ് കണക്റ്റഡ് ടു +1 ടോപ്പിക്സ്. അതാണ് അടുത്ത വിഷയം. അതായത് +1 ഒക്കെ നമ്മൾ ഉഷാറായിട്ട് പഠിച്ചു, പക്ഷെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് പല കൺസെപ്റ്റ് മറന്നുണ്ട്. +1 പഠിച്ച എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഓർമ്മ ഉണ്ടോ? അപ്പോൾ എല്ലാ സാധനങ്ങളും സീക്വൻസ് ആൻഡ് സീരീസിലെ സംഭവങ്ങൾ ഓർമ്മ ഉണ്ടോ? അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻസിലെ സംഭവങ്ങളോ? എത്ര ഓർമ്മയുണ്ട്? ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എത്ര ഓർമ്മയുണ്ട്? ജോമെട്രിയിൽ സ്ട്രേറ്റ് ലൈൻസും അതേപോലെ തന്നെ കോണിക് സെക്ഷൻ എത്ര ഓർമ്മയുണ്ട്? സ്ട്രേറ്റ് ലൈൻസിന്റെ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ ഉണ്ടോ? കോണിക് ഓർമ്മ ഉണ്ടോ? അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചതിൽ ചില സാധനങ്ങൾ നമുക്ക് +2ലും നല്ല രീതിയിൽ തന്നെ സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്റേഴ്സ് പറയാൻ പോകുന്നത്. അതായത് ഒരു 5 ഭാഗങ്ങൾ പറയുന്നത്. ഫസ്റ്റ് 1 ട്രിഗ്നോമെട്രി നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും. എന്തായാലും ട്രിഗ്നോമെട്രി ഇല്ലാതെ +2 ഇല്ല മക്കളെ. ഫിസിക്സിലും ആവശ്യം ഉണ്ടാവും, മാത്സിലും ആവശ്യം ഉണ്ടാവും, പല സ്ഥലത്തായിട്ട് ട്രിഗ്നോമെട്രി. +2ന്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് 10 പ്രാവശ്യം പേജ് മറിച്ചൊക്കെ 8 പ്രാവശ്യങ്ങൾ ട്രിഗ്നോമെട്രി എന്തെങ്കിലും സാധനങ്ങൾ കാണും. +2ന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി നോക്കി ട്രിഗ്നോമെട്രി അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അല്ല ഒരു ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് നോക്കി, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. ട്രിഗ്നോമെട്രി അവിടെ വളരെ കൂടുതലായിട്ട് ആവശ്യമാണ്. പിന്നെ നെക്സ്റ്റ് ആണ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതായത് കാൽക്കുലസ് പറഞ്ഞല്ലോ, ആക്ച്വലി കാൽക്കുലസ് തുടങ്ങിയത് +1 ഈ ചാപ്റ്ററിൽ കാൽക്കുലസ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ +2ലേക്ക് എത്തി കഴിഞ്ഞാൽ അത് ഒന്നുകൂടി ഡീപ്പ് ആയിട്ട് പോവാണ്. സോ ലിമിറ്റ്സിന്റെയും അതേപോലെ ഡെറിവേറ്റീവ്സും എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് അത് പിക്കപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും. അപ്പൊ നിങ്ങൾ എന്താക്കണം, ഇതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ദെൻ റിലേഷൻസ്, ഇത് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ചിട്ട് എഴുതി കേട്ടോ. അതായത് ട്രിഗ്നോമെട്രി ഏറ്റവും ഇമ്പോർട്ടന്റ്, പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. കാരണം ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ജോമെട്രി, സ്ട്രേറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, 3 ഡയമെൻഷൻ ജോമെട്രിയിലെ ഐഡിയാസ് കുറച്ച് ആവശ്യമുണ്ട്. പ്രോബബിലിറ്റിയിൽ നിങ്ങൾ പഠിച്ചതും നിങ്ങൾക്ക് അത്യാവശ്യം. പ്രോബബിലിറ്റി സെക്കൻഡിൽ നമുക്ക് പ്രോബബിലിറ്റി എന്ന ചാപ്റ്റർ ഉണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണെന്ന് പറയാൻ പറ്റും. സോ ഈ ചാപ്റ്റർ +1 ടോപ്പിക്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
ഇനി ഒരു കാര്യമുണ്ട് സാർ നമുക്ക് പറയാനുള്ളത്, അതായത് പ്ലസ് 1 പഠിച്ചു കഴിഞ്ഞു, ഇനി പിന്നെയും പ്ലസ് 2 തുടങ്ങുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഇതിന് ഒരു സൊല്യൂഷൻ, ഓക്കെ, ഈ സംഭവത്തിന് ഒരു സൊല്യൂഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞ അഡ്രസ് ചെയ്ത 3 എണ്ണത്തിന്റെയും 3 കാര്യത്തിന്റെയും സൊല്യൂഷൻ നമ്മൾ തന്നെ പറയാം. അതിൽ ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നമുക്ക് പ്ലസ് 1 മൊത്തം എടുത്ത് വീണ്ടും പഠിക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് നമുക്ക് പല മക്കളും ആലോചിക്കും ചിലപ്പോൾ ഈ ചാപ്റ്റേഴ്സ് പഠിക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മൊത്തം ഇനി പഠിക്കാന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഓക്കെ, ഇപ്പോ ട്രിഗ്നോമെട്രി ഫംഗ്ഷനിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്ലസ് 2 എന്താണ് ഇമ്പോർട്ടന്റ്, തീർച്ചയായിട്ടും അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അത് കമന്റ് ചെയ്താൽ മതി. വീഡിയോ അല്ലെങ്കിൽ അതിന്റെ പ്ലസ് 1 വളരെ ഷോർട്ട് ആക്കി എടുത്ത സ്റ്റഡി മെറ്റീരിയൽസ്, സ്ലൈഡുകളായിട്ടോ എങ്ങനെയെങ്കിലും സ്ക്രീൻഷോട്ടുകളായിട്ടോ സ്ലൈഡുകളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാ ഇക്വേഷൻസും അതുപോലെ ഐഡന്റീസ് ഒക്കെ വരുന്ന സ്ലൈഡുകൾ ഉണ്ടാവും. അതൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം. കാര്യം സാറേ, ആൾക്കാരാണ് തോന്നുന്നില്ല നമ്മുടെ വീഡിയോസ് ഒക്കെ. ഇപ്പൊ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളോട് പറയുന്നത് നമ്മുടെ ആൽഗോരിതം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്, യൂട്യൂബിന്റെ ആൽഗോരിതത്തിന് വേണ്ടിയാണ്. സോ ലൈക്ക് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാത്ത ആൾക്കാർ ഷെയർ ചെയ്യുക വേണം. ഓക്കെ. സോ ഇനി നമ്മൾ സെക്കൻഡ് കഴിഞ്ഞു, കണക്റ്റഡ് ടു പ്ലസ് 1 ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ലെങ്തി ചാപ്റ്റേഴ്സ്. ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പ്ലസ് 1 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പ്ലസ് 1 കുറവാണ്. നമുക്ക് ചെറിയൊരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, സോ പ്ലസ് 1 മാത്സിൽ നോക്കടാ, 4 എക്സസൈസ് ഒക്കെയാണ് മാക്സിമം ഒരു ചാപ്റ്റർ ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഏതൊക്കെയാ സാറേ, കോണിക് സെക്ഷൻസ് 4 എക്സസൈസ് അല്ലേ, ബാക്കിയുള്ള 3 എക്സസൈസ് 2 എക്സസൈസ് ആണ്. പിന്നെ മിസ്സലേനിയസ് കൂടി വരുമ്പോൾ 4 ആയിട്ട് മാറുന്നുള്ളതാണ്. പക്ഷേ മാക്സിമം ഒരു 30 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. 30-32 ചോദ്യങ്ങളൊക്കെ ഒരു എക്സസൈസ് സീരീസിലാണ് 32 ക്വസ്റ്റ്യൻ വരുന്നത്. പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സസൈസിൽ 32 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അങ്ങനെ മാക്സിമം വരുള്ളൂ. എന്നാൽ പ്ലസ് 2 മാത്സിലേക്ക് വരുമ്പോൾ മാക്സിമം 11 എക്സസൈസ്, അതായത് മിസ്ലേനിയസ് അടക്കം 11 എക്സസൈസ് ഉള്ള ചാപ്റ്ററുകൾ എന്ന് പറയുന്നില്ല. ഒന്ന് ഗസ് ചെയ്തതാണെങ്കിൽ ഈ 11 എക്സസൈസ് ഉള്ള ചാപ്റ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്തു കേട്ടോ. അതിൽ ചില എക്സസൈസുകളിലൊക്കെ 40 ചോദ്യങ്ങൾ, 40 അല്ല 45 ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഭയങ്കര സാറേ, ടോട്ടലി നമ്മുടെ പ്ലസ് 2 മാത്സിൽ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എൻസിആർടിയിൽ തന്നെയായിട്ട്? എൻസിആർടിയിൽ ഈ ഒരു ചാപ്റ്ററില്ലേ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഉണ്ടാവും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു 500 ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ചാപ്റ്ററിൽ. അതായത് ഞാനിപ്പോ എടുത്ത ഏറ്റവും വലിയ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിന്റെ തന്നെ ഉണ്ടാവും 500 ചോദ്യങ്ങളെങ്കിലും ആ ചാപ്റ്ററിൽ. അതിൽ ഏതാ ചോദിക്കാതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതാണ് പ്ലസ് 2 മാത്സിന്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുകയാണെങ്കിൽ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് 2 ഏറ്റവും ചെറിയ ചാപ്റ്റർ പ്ലസ് 1 ഏറ്റവും വലിയ ചാപ്റ്ററിനേക്കാൾ വലുതാണ്. അത്രയും ഉണ്ട് പ്ലസ് 2 പഠിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഇത് എങ്ങനെ പഠിക്കാന്നുള്ളതൊക്കെ ടെൻഷൻ അടിച്ച് ഇതിനും ഒരു സൊല്യൂഷൻ ഞാൻ പറയാം. എങ്ങനെയാണ് ഇത്രയും വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ മൊത്തത്തിൽ കവർ ചെയ്യുക. എല്ലാ ഐഡിയ എന്ന് പറയുന്നത് പ്ലസ് 1 നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്താണ്. നമ്മൾ പ്ലസ് 1 യൂട്യൂബ് ക്ലാസ്സുകളാണ് നമുക്ക് ഓൾറെഡി ഒന്നുകിൽ നിങ്ങൾ ഡെയിലി വെച്ചിട്ട് 1 അവർ അല്ലെങ്കിൽ 2 അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ ചില കുട്ടികൾക്ക് 1 അവർ, ചിലപ്പോൾ 2 അവർ ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ NCERT ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ അതിന് ഇന്ന് മുന്നേ പ്ലസ് 1 വലിയ വലിയ ചാപ്റ്റേഴ്സ് വന്നപ്പോൾ നമ്മൾ ആ ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ചാപ്റ്ററിലെ മൊത്തം ക്വസ്റ്റ്യൻസും ചെയ്ത പോലെയാണ്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ ചാപ്റ്റർ മൊത്തമായിട്ട് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ചാപ്റ്ററിന് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ വലിയ വലിയ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു കാര്യം കൂടി സാറേ ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ യൂട്യൂബ് ലൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ലൈവുകൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് NCERT ഫോക്കസ്ഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ഉള്ളൂ, സെലക്ടഡ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അത് സോൾവ് ചെയ്യണ്ടേ, അതെങ്ങനെ സോൾവ് ചെയ്യണം പഠിക്കാൻ യൂട്യൂബ് ലൈവുകൾ കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ആയിക്കൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് മുതൽ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ലൈവ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവസാനം വരെ നമ്മളിപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ലോഞ്ചിൽ നമ്മൾ പറയും എന്താണ് നമ്മുടെ പ്ലാനുകൾ എന്നുള്ളത് വ്യക്തമായിട്ട്. ലോഞ്ചിന്റെ ഡേറ്റ് എത്രയും പെട്ടെന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി വെക്കുക. ലോഞ്ചിന്റെ ഡേറ്റ് പറയും. ഈ കൊല്ലം മൊത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയിച്ചു വെക്കും. ഓക്കെ, വളരെ പ്ലാൻഡ് ആയിരിക്കും. കഴിഞ്ഞ വർഷത്തിനേക്കാൾ നന്നായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കും ഈ വർഷം മൊത്തത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. സോ ഈ 3 കാര്യങ്ങളും നമ്മൾ അഡ്രസ് ചെയ്ത് ഇതൊക്കെയാണ് നമ്മൾ പ്ലസ് 1 നിന്ന് പ്ലസ് 2 വരുമ്പോഴുള്ള നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എന്തായാലും പിന്നെയും പറയാണ്, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ എന്തൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാം. അപ്പൊ നമുക്ക് എന്തൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വേണ്ട വീഡിയോസ് എന്താ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അടുത്ത വീഡിയോയിലും അതേപോലെ ലൈവിലുമായിട്ട് കാണാം. അതുവരെ ഇറ്റ്സ് മീ അസ്ലം, സൈനിങ് ഓഫ്. ബൈ.